ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ടല്ലേ, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, നമ്മൾ ഓക്കെ അല്ല, നമ്മൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, നമ്മൾ ഭയങ്കരമായിട്ട് തോറ്റുപോയി, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമുക്ക് വരാറില്ലേ? അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിന്തകൾ ഒരുപാടുണ്ട്, ചിന്തകൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ എല്ലാ ചിന്തകളും സത്യമാവണമെന്നില്ല. സോ അതുകൊണ്ട് തന്നെ ചിന്തകളെ എത്രത്തോളം നമ്മുടെ ലൈഫിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്, ഏതൊക്കെ കാര്യങ്ങളാണ് ഇഗ്നോർ ചെയ്യേണ്ടത്, അതിനെ പറ്റിയുള്ള ചെറിയ ചെറിയ ടിപ്സ് ആണ് കേട്ടോ. അപ്പൊ ചിന്തകൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മൾ മുൻപ് ആലോചിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ മുൻപ് കേട്ടിട്ടുള്ളത്, നമ്മൾ കണ്ടിട്ടുള്ളത്, അതൊക്കെ അനുസരിച്ചായിട്ടായിരിക്കും നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ഓരോ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ചിന്തയുടെ ഏറ്റവും വലിയൊരു ഒരു ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയത്തിന്റെ ഭാഷയിൽ നമ്മുടെ മനസ്സ് സംസാരിക്കും. അതൊക്കെ എന്താ പറയാ, നമ്മുടെ മനസ്സ് അസ്വസ്ഥത, ഭയം, നിരാശ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. അപ്പൊ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തൊക്കെ ചിന്തകൾ ഉണ്ടായാലും ആ ചിന്തകൾ എത്രത്തോളം പോസിറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട് എന്ന് ആലോചിക്കാനുള്ള ഒരു സമയം നിങ്ങൾ മാറ്റി വെക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ ചിന്തയിൽ എത്രത്തോളം നെഗറ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ ടോട്ടലി അത് ഇഗ്നോർ ചെയ്ത് കളയുക, പോസിറ്റീവ്സ് ആയിട്ടുള്ളത് മാത്രം എടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ എടുക്കുക കേട്ടോ. ബാക്കിയൊന്നും നമുക്ക് എടുക്കേണ്ടതില്ല അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എത്രത്തോളം വളരണം, എത്രത്തോളം പോകണം എന്നുള്ളത് നമ്മളാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ ചിന്തകളാണ് അതിന് നയിക്കേണ്ടത്. നമ്മുടെ മനസ്സിന്റെ അടിമയാകരുത്, മനസ്സിന്റെ ഉടമയാണ് ആകേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ചിന്തകളും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പോലെ തന്നെ മനസ്സിന്റെ അടിമയാവാണ്ടിരിക്കുക, മനസ്സിന്റെ ഉടമയാവുക. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കുക. ഓക്കെ, അതല്ലാതെ ചിന്തകൾ നമ്മളെ നിയന്ത്രിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവാണ്, ഇതുപോലെ വീണ്ടും വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.